നമസ്കാരം എല്ലാവർക്കും റിഫ്ലക്ഷൻസ് കാർ കെയറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആൻസൺ മാത്യൂസ്. ഇന്ന് നമ്മളോട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു 2019 മോഡൽ ഹോണ്ട സിറ്റി കാറിന്റെ ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ആണ്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒന്ന്, അതിന്റെ ഹെഡ്ലൈറ്റിൽ ബൾബ്സ് ചേഞ്ച് ചെയ്യാനുണ്ട്. അതിന് വെളിച്ചം തീരെ മോശമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ബൾബൊന്ന് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അതുകൂടാതെ അതിന്റെ അത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന DRL അതിന്റെ ഒരു സൈഡിൽ മാത്രമാണ് വെളിച്ചമുള്ളൂ. നമ്മൾ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ മാത്രമാണ് ഒരു ലൈറ്റപ്പ് ഉള്ളൂ. അപ്പോൾ അതിനൊന്നൊരു അട്രാക്റ്റീവായിട്ട് മാറ്റണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്താണ് അതിൽ വന്നിരിക്കുന്ന ചേഞ്ച് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. ഈ ഒരു ഹോണ്ട സിറ്റി കാറാണ് നമുക്കിന്നിവിടെ അപ്ഗ്രേഡ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ അപ്പിയറൻസ് വൈസിലെല്ലാം വളരെ ഭംഗിയാണ്, നല്ല നീറ്റായിട്ടുള്ള ലുക്കാണ്. വണ്ടിയാണെങ്കിലും വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കസ്റ്റമറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരു പോരായ്മ, ഈ ഒരു DRL ഓൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ നേരെ കാണാം, ഇതിൻ്റെ ഒരു സൈഡിലാണ് വെളിച്ചം കൂടുതലായിട്ട് വരുന്നത്. ബാക്കിയുള്ള ഭാഗത്തേക്ക്, അതായത് ആ ഗ്രില്ലിൻ്റെ എൻഡിലേക്ക് ചേർന്ന് വരുമ്പോൾ വെളിച്ചം കുറവായിട്ടാണ് നേരെ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോയിൽ തന്നെ കാണാം, നമുക്ക് ഈ ഒരു എൻഡിൽ മാത്രം വെളിച്ചം വരുന്നത്. അതുപോലെ ടേൺ സിഗ്നലാണെങ്കിലും നമുക്ക് നോർമൽ ഇൻഡിക്കേറ്ററാണ്, ഹാലജൻ ബൾബ്സ് അവിടെ ബ്ലിങ്ക് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇതാണ് ഇതിൻ്റെ അകത്ത് ഇൻഡിക്കേറ്റർ സിസ്റ്റം വരുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് പരിഷ്കരിക്കുക, ഇതാണ് ഫസ്റ്റ് റിക്വയർമെൻറ്റ്. അതുകൂടാതെ അതിൻ്റെ അകത്ത് വെളിച്ചം കുറവുണ്ട്, അപ്പോൾ അതിൻ്റെ ലോ ബീമിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക. ഇത് രണ്ടുമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള വർക്ക്. അപ്പോൾ ആദ്യമേ ഇതിൻ്റെ ഹാലജൻ ബൾബിൻ്റെ ലൈറ്റ് ഇൻറ്റൻസിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ലോ ബീമും ഹൈ ബീമും നമുക്കിവിടെ കാണുന്നുണ്ട്. ഇത് ഹാലജൻ ബൾബിൻ്റെ ഔട്ട്പുട്ടാണ്. ഇതിനെ ഒന്ന് ആസ് യൂഷ്വൽ നമുക്ക് മെഷർ ചെയ്യാം. നമ്മുടെ ലോ ബീമിലൂടെ കിട്ടുന്ന ഒരു 700 ലക്സസ് ആണ്. ഹൈ ബീമിൽ ഒരു 800 ലക്സസും 875 ലക്സസ് ഉണ്ട്, അറൗണ്ട് 900 ലക്സസും. ഇതാണ് നമുക്ക് ഹൈ ബീമിൽ കിട്ടുന്ന പെർഫോമൻസ്. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. DRLs ചേഞ്ച് ചെയ്തു, അതുപോലെ തന്നെ ബൾബും മാറ്റി. ഇപ്പോൾ ഇതാണ് നമ്മുടെ DRLൻ്റെ ഒരു വെൽക്കം ഫംഗ്ഷനോട് കൂടിയാണ് നമ്മുടെ DRL ഓൺ ആവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ അപ്ഗ്രേഡ് ചെയ്തതിൻ്റെ പെർഫോമൻസ് ചേഞ്ച് എന്തോരം ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ആദ്യം ഉണ്ടായിരുന്ന നമുക്ക് ഓർമ്മയുണ്ട്, ഒരു 700 ലക്സസ് ആയിരുന്നു ലോ ബീമിൽ. ഇപ്പോൾ നമുക്കവിടെ കിട്ടുന്നത് ഒരു 2800 ലക്സസ് ആണ് നമ്മളുടെ ലോ ബീമിൽ കിട്ടുന്ന ചേഞ്ച്. നമ്മളിവിടെ ലോ ബീം മാത്രമേ ഇവിടെ മാറിയിട്ടുള്ളൂ. ഹൈ ബീം ആ സെയിം ഹാലജൻ ബൾബ് തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. അതൊരു നെക്സ്റ്റ് അപ്ഗ്രേഡേഷന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് ആ DRLസിൻ്റെ ഒക്കെ ഒരു വ്യൂ എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു ഡ്രൈവ് പോയി നോക്കാം. ഇപ്പോൾ ഒരു ലോ ബീമിലാണ്, നമ്മുടെ LED ലോ ബീമിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ഇപ്പോൾ ഹൈ ബീം ഓൺ ആയിട്ടുണ്ട്. ആ ഹൈ ബീമിന് എത്രത്തോളം ഇൻറ്റൻസിറ്റി ചേഞ്ച്, രണ്ടും തമ്മിലുള്ള ഇൻറ്റൻസിറ്റി ചേഞ്ച് നമുക്ക് ആ ഒരു പെർഫോമൻസിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ലോ ബീം വളരെ പവർഫുള്ളായിട്ട് നിൽക്കുന്നു. ആ ഹൈ ബീമിൽ ഹാലജൻ ബൾബ് മാറ്റാത്തതുകൊണ്ട് ആ ഹൈ ബീമിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കുറവായിട്ടും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു നെക്സ്റ്റ് ലെവലായിട്ട് അപ്ഗ്രേഡിലേക്ക് ചെയ്യാനുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. തൽക്കാലം ഇത്രയേ ഉള്ളൂ. ഈ ഒരു ലോ ബീമിലും അതുപോലെ തന്നെ DRLലും ഒതുക്കാണ് ഈ ഒരു ഹോണ്ട സിറ്റിയുടെ അപ്ഗ്രേഡ്. അപ്പോൾ നമുക്ക് ഏതായാലും ലോ ബീമിലുള്ള അപ്ഗ്രേഡ് വളരെ സക്സസ്ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ലോ ബീമിൻ്റെ കവറേജ് വരുന്ന ഭാഗം വളരെ വ്യക്തമായിട്ട് റോഡ് കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന ഒരു 700 ലക്സിൽ നിന്ന് 2800 ലക്സസിലേക്കാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. അത്രയുമുള്ള ഒരു ഇൻറ്റൻസിറ്റി ചേഞ്ച് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ വളരെ കംഫർട്ടബിളായിട്ട് വാഹനം ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്.
അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.